Welcome to Market Discussion of the Day. Today, September 9, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടൊരു കോഴ്സായിരിക്കും. ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് ആണ്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. സോ എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കും ആയിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് നടക്കുന്നത്. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞ് പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിലോട്ട് വരുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. കംപ്ലീറ്റ്ലി നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് പോവാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ നാളെ നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. സോ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ന്യൂസാണ്. പക്ഷേ നാളെ എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, US റഷ്യക്കെതിരെ പല സാങ്ഷൻസും ഏർപ്പെടുത്തുന്നുണ്ട്. റഷ്യക്കെതിരെ അല്ല, റഷ്യയായിട്ട് കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ. സോ അതൊരു വലിയൊരു ചേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് നാളത്തെ ന്യൂസ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസായിട്ട് കൺസിഡർ ചെയ്യുകയും അത് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ തുറന്നിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് നമുക്ക് നാളെ ഉള്ള ഒരേ ഒരു ന്യൂസ്. പക്ഷേ മറ്റന്നാൾ CPIയുടെ ഡേറ്റ ഉണ്ട്. സോ CPIയുടെ ഡേറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. കാരണം അതോടെയാണ് നമുക്ക് ഗോൾഡിൻ്റെ ഒക്കെ ഓൾ ടൈം ഹൈ 3680 മുകളിലോട്ടൊക്കെ പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള തീരുമാനങ്ങളാണ്. കാരണം 3680 ഓൾ ടൈം ഹൈ ആയിട്ട് ഈ വർഷം പോകും എന്ന് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും ബാങ്കുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അല്ലേ. സോ അവിടുന്ന് മുകളിലോട്ട് പോകുമോ അതോ ഇവിടുന്ന് താഴോട്ടൊരു കറക്ഷൻ കാണിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളൂ. കാരണം 3660 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈയിൽ നിന്ന് രാവിലെ തന്നെ മാർക്കറ്റ് റീച്ചായി അല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. ഓക്കെ, സോ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ രാജിവെക്കലും അങ്ങനത്തുള്ള കാര്യങ്ങൾ, ഫ്രാൻസിനെ സംബന്ധിച്ച് അവിടുത്തെ പൊളിറ്റിക്കൽ എന്താ പറയുക, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി കൊളാപ്സായി. സോ അതിനുള്ള റീ എലക്ഷൻ നടന്നു. സോ അത് എന്തായി തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ അതേപോലെ ജപ്പാനിൽ നിന്ന് നമുക്കറിയാം 2 മാസം മുന്നേ ജപ്പാനിലെ പ്രസിഡന്റ് രാജിവെക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ന്യൂസുകൾ അറിയുന്നുണ്ടായിരുന്നു. സോ അത് US കച്ചവടം അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ താരിഫിനൊക്കെ ഒരു തീരുമാനമായതിനു ശേഷമായിരിക്കും പുള്ളിക്കാരൻ ഇറങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ ഗവൺമെൻറ് കൊളാപ്സായി എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ മേജറായിട്ടുള്ള 2 രാജ്യങ്ങളിലെ ഗവൺമെൻറ് വരെ കൊളാപ്സായി. അത് തന്നെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ് അല്ലേ. സോ അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, ഈ ഒരു റീസണൊക്കെ കാരണം സ്റ്റോക്ക് മാർക്കറ്റുകൾ കൊളാപ്സ് ആവുന്നുണ്ട്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ജപ്പാനിൽ പുതിയ പാർട്ടി ഫോം ആവുന്നുണ്ട്. സോ ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ് അല്ലേ. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പം അറിയാം, ബ്രിക്സ് കൺട്രീസ് ആയിട്ടുള്ള ബ്രിക്സ് കറൻസി കൊണ്ടുവരാനായിട്ട് ഇന്ത്യ, ചൈന, റഷ്യ, അതേപോലെ സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ കാര്യമായിട്ട് അത് അങ്ങനെ വരുമ്പോൾ US ഡോളറിൻ്റെ ആ ഒരു മേധാവിത്വം പോകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുന്നുണ്ട്. സോ ഇതൊക്കെ ഭയങ്കരമായ അൺസർട്ടനിറ്റിയാണ്. വേൾഡ് വേറൊരു തരത്തിലോട്ട്, ഇത്രയും കാലം US ഡോളറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ലോകം അവിടുന്ന് ഷിഫ്റ്റ് ആകുകയാണോ എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. സോ അതാണ് ഇവിടെ അൺസർട്ടൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി ആണ് ആക്ച്വലി ഗോൾഡിനെ മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു റീട്രേസ്മെൻറ്റ് പോലും ഇല്ലല്ലോ. ഞാനൊക്കെ ആക്ച്വലി റീട്രേസിങ്ങിനകത്ത് നിന്ന് ട്രേഡ് എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗോൾഡിൽ. പക്ഷെ ഒരു റീട്രേസ്മെൻറ്റ് നടക്കുന്നതുമില്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഗോൾഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഓക്കെ, സോ എനിക്ക് പറയാനായിട്ടുള്ളത് വെറുതെ കയറി ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ നമുക്ക് നേരെ നമ്മളുടെ
ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ദിവസവും പറയുന്നത് പോലെ USD/JPY. സോ USD/JPY 146.89 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 148 അവിടെയൊക്കെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് ഒന്നും പോയിട്ടില്ല. സോ എന്തായാലും JPY ഇവിടുന്ന് എന്തായി തീരും എന്നുള്ള കാര്യം എനിക്ക് തൽക്കാലം സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം കഴിഞ്ഞ ക്യാൻഡിൽ, അതായത് യൂറോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ക്യാൻഡിൽ 147 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ പക്ഷേ ഈ ഒരു ക്യാൻഡിൽ 147 മുകളിലായിട്ട് ബോഡി വരികയും ചെയ്തു. പക്ഷേ അടുത്ത ക്യാൻഡിൽ 10 മണിക്കുള്ള ക്യാൻഡിൽ UK ടൈമിങ്, അതായത് ഇന്ത്യൻ ടൈമിങ് 2:30 ക്യാൻഡിൽ, അതായത് ഏഷ്യൻ ക്ലോസിംഗ് ക്യാൻഡിൽ 147 മുകളിലാണ് എങ്കിൽ നമുക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാവും അല്ലേ, എന്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കാണിക്കുന്നത് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. പക്ഷേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. വെയിറ്റ് ചെയ്തിട്ട് നാളെ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെയും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞ എന്താണ്, വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നാളെ ചെയ്യാം എന്നുള്ള കാര്യമാണ് JPY. കാരണം എനിക്കറിയില്ല. ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നാളെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്നതല്ലേ ബെറ്റർ. വെറുതെ ഇന്നലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാമായിരുന്നു, ഓക്കെ 148 മുകളിൽ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയേനായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുക, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ല കാര്യം അല്ലേ. സോ 147.4 എന്ന് പറയുന്നിടത്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അല്ലേ. സോ അവിടുന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമുക്ക് എവിടെ വരെ എന്നുള്ളതാണ്. സോ 148 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ, അപ്പോൾ ഇന്ന് രാത്രി 148 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 148 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം അല്ലേ. സോ നേരെ മറിച്ച് 147 അടുത്താണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും 147 അടുത്ത് ആണ് ഇന്ന് രാത്രി അവസാനിക്കുന്നത്, നാളെ രാവിലെ 7:30 മണിക്ക് 147 അടുത്താണെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്ക് JPY പറയാനായിട്ടുള്ളത്. എന്താ പറയുക, 147 അവിടെ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, ഇല്ലാത്ത പക്ഷം 148 താഴെയാണെങ്കിൽ നമുക്ക് 148 താഴെ നിന്ന് സെല്ലും എടുത്ത് പോകാവുന്നതുമാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം 1.17542 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 1.7779 അവിടെ പോയിട്ട് മാർക്കറ്റ് ജസ്റ്റ് അവിടെ റെസിസ്റ്റ് ചെയ്തു, താഴോട്ട് വരികയും ചെയ്തു അല്ലേ. നമുക്ക് ഇവിടെ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 1.1800 അവിടെ നിന്ന് 1.1800 അവിടെ നിന്ന് ഉള്ള സെല്ലാണ്. 1.1800 അവിടെ നിന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയും വരും, നിർബന്ധമായിട്ടും വെക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം 1.1500 ആണ് നമുക്ക് അടുത്ത ബൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. GBPയിലോട്ട് വരുമ്പോൾ GBP 1.35616 നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറയാറുള്ളത്, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3500 അവിടെ നിന്ന് ഉള്ള ബൈ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബൈ എന്നുള്ളൊരു കാര്യം. വീണ്ടും ഞാൻ അത് തന്നെ പറയുന്നു, 1.3500 അവിടെ നിന്നുള്ളൊരു ബൈ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 1.3500 അവിടെ നിന്നുള്ള ബൈ. ഓക്കെ, അപ്പോൾ ആ ഒരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഓക്കെ, 1.3500 അവിടെ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 1.3440 താഴെ സ്റ്റോപ്പ് ലോസും വെക്കണം. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം 3644, ഇന്ന് രാവിലെ 3658 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ കഴിഞ്ഞ 2 മണിക്കൂർ മുന്നത്തുള്ള ക്യാൻഡിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് അവിടെ തന്നെ നിൽക്കുമോ അതോ ഇനി 3680 ഹിറ്റ് ആകുമോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്കിനി അറിയേണ്ടത്. 3680 അവിടെ നിന്ന് നമുക്ക് വേണം എന്നുള്ള ആൾക്കാർക്ക് സെല്ല് ചെയ്ത് പോവാം. 3680 എത്തുമോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ 3275-78 ലെവലിലോട്ട് ഉറപ്പായിട്ടും എത്തും. അവിടെ നിന്ന് സെല്ലെടുത്ത് ഉള്ളൊരു എന്താ പറയുക, എന്തോ ഒരു ഭയങ്കര ക്ഷീണം. ഓക്കെ, സോ 3680 താഴെ 3678-75 റേഞ്ചിൽ നമുക്ക് സെല്ലെടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് നേരെ തിരിച്ച് മാർക്കറ്റ് 3630 വന്നാൽ
30 വന്നാൽ നമുക്ക് അവിടുന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 3680 സെല്ലാട്ടോ, ബൈ അല്ലേ, 3680 ഓക്കെ. 3630 വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്. 3630 ബൈ എടുക്കുന്ന ആൾക്കാർ 3618 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും പാലിക്കണം. അത് മാത്രമാണ് നമുക്ക് പാലിക്കേണ്ടതായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.